ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് മുറിക്ക് മാതൃകയിലേതുപോലെ ഒരു നെയിം ബോർഡ് തയ്യാറാക്കുവാനാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ വീണ്ടും 2 റെക്ടാങ്കിൾ, അതിനുള്ളിൽ 2 ടെക്സ്റ്റുകൾ ചേർത്തിട്ടുണ്ട്, സ്മാർട്ട് എന്നും ക്ലാസ് എന്നും. ഈ 2 ടെക്സ്റ്റുകളും ഫോണ്ട് സാൻസ് സെരീഫ് എന്ന ഫോണ്ടിൽ ക്രമീകരിക്കുവാനാണ്. അപ്പോൾ ഇങ്ങനെ ക്രമീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ചിത്രം അത് എക്സ്പോർട്ട് ചെയ്ത് രജിസ്റ്റർ നമ്പർ _smart_class.png എന്ന പേരിൽ exam10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് ഈ ഒരു ചിത്രം എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതിനായി നമുക്ക് 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നു. നമുക്ക് ഇങ്ക്സ്കേപ്പിൽ ആദ്യം വരയ്ക്കേണ്ടത് അതിൻ്റെ ഒരു റെക്ടാങ്കിളാണ്. ഈ വന്ന വിൻഡോയിൽ നമുക്ക് ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാം. ഇപ്പോഴും ഈ ഒരു പേജ് ബോർഡർ കളയുന്നത് നന്നായിരിക്കും. അതിന് ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിലേക്ക് പോയി ഈ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഏരിയ നമുക്ക് ലഭിക്കുന്നതാണ്. ആവശ്യമില്ലാത്ത വിൻഡോകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാം. റെക്ടാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി റെക്ടാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കളർ ലൈറ്റ് ഗ്രേ കളറാണ്. റെക്ടാങ്കിൾ വരയ്ക്കുന്നു. ഇതിൻ്റെ സ്ട്രോക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിലെ സ്ട്രോക്ക് എന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ പെയിൻറ് ഈസ് അൺഡിഫൈൻഡ് ആയതുകൊണ്ടാണ് ഇതിന് ബോർഡർ ലഭിക്കാത്തത്. അത് കൊടുക്കുന്നതിന് വേണ്ടി ഫ്ലാറ്റ് കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കളർ ആവശ്യമാണെങ്കിൽ മാറ്റം വരുത്താം. ബ്ലാക്ക് കളറിലേക്കൊന്ന് മാറ്റി അതിനുശേഷം ഈ സ്ട്രോക്ക് സ്റ്റൈല് എന്നുള്ളത് വീതി 1 മില്ലിമീറ്ററാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, അത് 1 മില്ലിമീറ്ററിലേക്ക് അത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്ത് 1 മില്ലിമീറ്ററിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഉള്ളിലേക്ക് മറ്റ് 2 റെക്ടാങ്കിൾ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം ഈ പേജിൻ്റെ സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ പേജ് നമുക്ക് സൂമായി കിട്ടും. ഇനി വീണ്ടും നമുക്ക് 2 റെക്ടാങ്കിൾ കൂടെ ആവശ്യമാണ്. അതിൻ്റെ കളർ ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ബോർഡർ കളയുന്നതിന് വേണ്ടി ഈ സ്ട്രോക്ക് പെയിൻറ്റിലെ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പേജ് ബോർഡർ മാറി വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 2 ബോക്സുകൾ ആവശ്യമാണ്, 2 റെക്ടാങ്കിളുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം ആവശ്യമായ തരത്തിലേക്കൊന്ന് ക്രമീകരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു റെക്ടാങ്കിൾ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം, കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള മറ്റൊരു റെക്ടാങ്കിൾ കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ റെക്ടാങ്കിളിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഒരു റെക്ടാങ്കിൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെയും വലിപ്പം ഒന്ന് ക്രമീകരിക്കാം. ഈ രണ്ടാമത്തെ ബോക്സിന് കുറേ കൂടി ലൈറ്റായിട്ടുള്ള കളറാണ് നമുക്ക് നൽകേണ്ടത്. അങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്മാർട്ട് എന്ന ടെക്സ്റ്റും അതുപോലെ ക്ലാസ് എന്ന ടെക്സ്റ്റുമാണ് ചേർക്കേണ്ടത്. അതിന് ടെക്സ്റ്റ് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. സ്മാർട്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫോണ്ട് ഇവിടെ നോക്കിയാൽ കാണാം, സാൻസ് സെരീഫ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഫോണ്ടിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ടിൻ്റെ കളർ വൈറ്റ് കളറാണ്. ഇനി അതിൻ്റെ ഫോണ്ടിന് വലിപ്പം വ്യത്യാസം വരുത്തുവാൻ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ വലിപ്പം വ്യത്യാസം വരുത്താം. ഇതേ വലിപ്പത്തിൽ തന്നെയാണ് തൊട്ടടുത്ത് ക്ലാസ് എന്ന് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെലക്ഷൻ നിൽക്കെ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതേ വലിപ്പത്തിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അതിൽ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ അലൈൻമെൻറ്റിൽ തന്നെ അത് വലതുഭാഗത്തേക്ക് നീങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരേ അലൈൻമെൻറ്റിൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഈ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുഴുവനായി ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ നിന്നും റെഡ് കളർ സെലക്ട് ചെയ്യാം. ഇതോടുകൂടി നമ്മളുടെ ഒരു വർക്ക് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായും സെലക്ട് ചെയ്യുന്നതിന് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് മുഴുവനായും സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ നിന്നും ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഗ്രൂപ്പിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി സെലക്ഷൻ നിൽക്കെ തന്നെ നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ നോക്കിയാൽ കാണാം, സെലക്ഷനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സെലക്ഷൻ നിൽക്കുന്ന ഈ ഒരു ചിത്രമാണ്, ഈ ഒരു ഒബ്ജക്റ്റാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എക്സ്പോർട്ട് ആസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹോമിൽ നിന്നും exam10 പ്രോഡക്റ്റ് എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു.
തുടർന്ന് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു നമ്പർ മാറ്റിക്കൊണ്ട് നമ്മളുടെ രജിസ്റ്റർ നമ്പർ _സ്മാർട്ട് ക്ലാസ് റൂം എന്ന് നൽകി സേവ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.